കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ 2ാം ക്ലാസ് പാഠപുസ്തകത്തിലെ കവിതയെ സംഗീത ദൃശ്യ ആൽബമാക്കി മാറ്റി ശ്രദ്ധേയനായി മാറുകയാണ് ഒരു പ്രാഥമിക വിദ്യാലയത്തിലെ അധ്യാപകൻ. 2ാം ക്ലാസ്സിലെ മഴയോ മഴ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ആ പാഠഭാഗം എങ്ങനെ കുട്ടികളിലേക്ക് കൂടുതൽ സന്തോഷകരമായി എത്തിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ഈ ആൽബം ഞങ്ങൾ റിലീസ് ചെയ്തത്. അപ്പോൾ മഴയെക്കുറിച്ചാണ് കുട്ടികൾക്ക് ഒരുപാട് താല്പര്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയുടെ രംഗങ്ങളും മഴയുമായി ബന്ധപ്പെട്ട കളികളും കാര്യങ്ങളൊക്കെ കുട്ടികൾ ഒരുപാട് സംസാരിച്ചു. അതിൽ നിന്നാണ് ഈ ഒരു മഴപ്പാട്ടിൻ്റെ ഈണം കണ്ടെത്തുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പാടി ആ ഈണം എൻ്റെ പ്രിയ സുഹൃത്തായ മനു ചന്ദിന് അയച്ചു കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഇതിലൊരു AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഇത് നമ്മൾ ഇറക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പശ്ചാത്തല സംഗീതവും പ്രോഗ്രാമിംഗ് എല്ലാം മനു ചന്ദനാണ് ചെയ്തത്. സംഗീതവും അതിൻ്റെ ഗായക വൃന്ദവും ഞങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ മഴപ്പാട്ട് വിഷ്വലൈസ് ചെയ്യാമെന്നുള്ള ധാരണയിലേക്ക് എത്തുന്നത്. സ്കൂളിലെ എല്ലാ അധ്യാപകരും കുട്ടികളും ഈ ഒരു ഗാനരംഗം ചിത്രീകരിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം നിന്നു. ഈ ചിത്രീകരണത്തിന് ശേഷം ഈ ആൽബം എങ്ങനെ ഇത് കുട്ടികളിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ മുസ്തഫ മാഷിൻ്റെ ഒരു അഭിപ്രായത്തിലേക്ക് എത്തുന്നത്. മാഷാണ് പറഞ്ഞത് ഇത് ഞാൻ റിലീസ് ചെയ്യാം. അങ്ങനെ മാഷിൻ്റെ മനോഹരമായ വരികളിലൂടെ, മാഷിൻ്റെ മനോഹരമായ അഭിപ്രായത്തിലൂടെ ഇത് ഈ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ലോകത്തേക്ക് ഇത് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. കുട്ടികളിൽ പഠന താല്പര്യം വർദ്ധിപ്പിക്കാനും പാഠഭാഗം കൂടുതൽ ആസ്വാദ്യകരമാക്കാനുമുള്ള ഈ നവീന സംരംഭം വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധ നേടി മുന്നേറുകയാണ്. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള്, കുടയില്ലാത്ത കുട്ടിയോള്. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള്, കുടയില്ലാത്ത കുട്ടിയോള്. മഞ്ഞ് പെയ്യണ്, മണ്ണ് മണ്ണ് കുളിരണ്, മഞ്ഞു മഞ്ഞത്ത് തണുതണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള്, പുതപ്പില്ലാത്ത കുട്ടിയോള്. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള്, കുടയില്ലാത്ത കുട്ടിയോള്. തിങ് 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 തിരിരിങ്, തിങ് 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 തിരിരിങ്. AI സാങ്കേതിക വിദ്യയുടെ വിദ്യാഭ്യാസത്തിലെ പ്രയോഗം ഇങ്ങനെ. 2ാം ക്ലാസ് പാഠപുസ്തകത്തിലെ കവിതയെ AI ഉപയോഗിച്ച് ദൃശ്യശ്രാവ്യ ആൽബമാക്കി അവതരിപ്പിച്ചു. കുട്ടികളിലെ പഠന താല്പര്യം വർദ്ധിപ്പിക്കുന്ന നവീന ആശയമാക്കി മാറ്റി. പാഠഭാഗം കൂടുതൽ ആസ്വാദികരവും മനസ്സിലാക്കാൻ എളുപ്പവുമാകുന്നു. സർക്കാർ സ്കൂളുകളിൽ സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ ഉപയോഗമാണിത്. കുറഞ്ഞ വിഭവങ്ങൾ ഉപയോഗിച്ചും ആധുനിക പഠന രീതി നടപ്പിലാക്കിയ മാതൃകയായും അവതരിപ്പിക്കാം. പാഠപുസ്തക ഉള്ളടക്കത്തെ കുട്ടികൾക്ക് അനുയോജ്യമായ പഠന വിഭവമാക്കി രൂപപ്പെടുത്തിയാണ് തന്റെ സർഗാത്മകത തെളിയിച്ച് ഈ അധ്യാപകൻ മുന്നേറുന്നത്. ഭാവിയിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന് ഒരു മാതൃകയും മുതൽക്കൂട്ടുമായി മാറും. കൂടാതെ മറ്റ് അധ്യാപകർക്കും പ്രചോദനമേകുന്നതും കൂടിയാണ് ഈ സംരംഭം. നമ്മുടെ ക്ലാസ് മുറികൾ കുട്ടികൾക്ക് ജിജ്ഞാസയും താല്പര്യവും വർദ്ധിപ്പിക്കുന്ന ഇടങ്ങളായി മാറണം. അത് പ്രക്രിയാബന്ധിതമായിരിക്കണം. തിരൂർ ALP സ്കൂളിലെ അധ്യാപകൻ പ്രിയ സുഹൃത്ത് അനു തൻ്റെ ക്ലാസ് മുറികളും തൻ്റെ അധ്യാപനവും ഒരു ഗവേഷണ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകനാണ്. 2ാം ക്ലാസ്സിലെ മഴയോ മഴ എന്ന പാഠഭാഗം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും ചേർന്ന് തയ്യാറാക്കിയ
ദൃശ്യവിരുന്ന് പ്രകാശനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അതിലെ സംഗീതവും മക്കളുടെ താളബോധവും AI സാധ്യതകൾ ഉപയോഗിച്ച് പരമാവധി മനോഹരമാക്കാൻ അനുവിന് കഴിഞ്ഞിട്ടുണ്ട്. പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് വളരാത്ത ക്ലാസ് മുറികൾക്ക് ഇത്തരം പഠനാനുഭവങ്ങൾ പ്രചോദനമേകേണ്ടതുണ്ട്. അതിനായി അനുവിനെപ്പോലെയുള്ള സർഗശേഷിയുള്ള അധ്യാപകരുടെ ഇത്തരം കഴിവുകൾ നാം പ്രോത്സാഹിപ്പിക്കുകയും അവയൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ എക്കാലത്തും പുഷ്പിച്ചു നിൽക്കുകയും മധുരമുള്ള ഫലങ്ങൾ നൽകുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ ക്ലാസ് റൂമുകൾ, നമ്മുടെ ഭാഷാ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് വരണ്ടു പോകാതിരിക്കാൻ ഈ AI കാലത്ത് അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള, പ്രത്യേകം താല്പര്യമെടുക്കണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരടയാളപ്പെടുത്തൽ കൂടിയാണ് അനു ഈ പാഠഭാഗം ദൃശ്യാവിഷ്കാരമായി അവതരിപ്പിക്കുന്നതിലൂടെ പൊതുസമൂഹത്തോടും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സമൂഹത്തോടും പറയുന്നത്.